നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ അകത്ത് തന്നെ രണ്ട് രീതിയിലാണ് ഡെറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത് പെർപെച്വൽ അല്ലെങ്കിൽ ഇർറിഡീമബിൾ ഡെറ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് റിഡീമബിൾ ഡെറ്റും. പേരിലുള്ളതുപോലെ തന്നെ ഇർറിഡീമബിൾ, റിഡീം ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് ഫുള്ളായിട്ട് പേ ഓഫ് ചെയ്തേക്കാം എന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടില്ല, 5 ഇയേഴ്സിനോ 6 ഇയേഴ്സിനോ ഇത്ര വർഷം എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് ഇർറിഡീമബിൾ ആയിട്ടുള്ള ഡെറ്റ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡെറ്റ് ഫ്യൂച്ചറിൽ എടുത്തുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ ഈ ഡെറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇർറിഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. റിഡീമബിൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാര്യം. അതായത് ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് ബാങ്ക് ലോൺ എടുക്കുന്നു, ആ 5 വർഷം കൊണ്ട് തന്നെ ബാങ്ക് ലോൺ അടച്ചു തീരുമായിരിക്കും, അല്ലെങ്കിൽ ആ 5 വർഷം കൊണ്ട് അടച്ചു തീർക്കണം. ഇപ്പൊ 6 ഇയേഴ്സ് അല്ലെങ്കിൽ 7 ഇയേഴ്സ് ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം പറയുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിഡീമബിൾ ഡെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഡീം ചെയ്യാൻ പറ്റുന്ന ഡെറ്റ്, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം കൊടുത്തിട്ടുള്ളതിനെയാണ് നമ്മൾ റിഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇക്വേഷൻസ് ആണ് നോക്കാനുള്ളത്. ഇർറിഡീമബിളിന്റെ ഇക്വേഷനിലെ ആദ്യത്തേത് ബിഫോർ ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ആഫ്റ്റർ ടാക്സും വരുന്നുണ്ട്. ഈ മൊഡ്യൂളിനകത്ത് മൊത്തത്തിൽ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KD ഈസ് ഈക്വൽ ടു R/D ആണ്. R എന്ന് പറയുന്നത് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. D എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡെറ്റ് കളക്റ്റഡ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇത്ര നമ്പർ ഓഫ് ഷെയർസ്, ഒരു ഷെയറിന് ഇത്ര രൂപയായിരുന്നു, അപ്പം ഇത്ര പെർസെൻറ്റേജ് ആണ് ഡിബഞ്ചറിന്റെ റേറ്റ്. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ 1,09% ഡിബഞ്ചേഴ്സ് ഓഫ് 20 rupees ഈച്ച്. അപ്പം എത്രയാണ് ഷെയർസ് എന്ന് തന്നിട്ടുണ്ട്, പെർ ഷെയറിന്റെ റേറ്റും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. അപ്പം 1 lakh into 20 into 9% ചെയ്യുമ്പോഴത്തേക്കും ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് D ആണ്. D എന്ന് പറയുന്നത് എന്താ, വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. പിന്നെ ആഫ്റ്റർ ടാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇക്വേഷനിൽ R into 1 - T ഹോൾ ഡിവൈഡഡ് ബൈ D എന്നുള്ളതാണ് ഇക്വേഷൻ. നിങ്ങൾ എത്ര മാത്രം ഓർത്താൽ മതി, ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ ആയിരിക്കും. ആഫ്റ്റർ ടാക്സിലേക്ക് വരുമ്പോഴത്തേക്കും 1 - T എന്ന് പറയുന്നതും കൂടെ എല്ലാ ഇക്വേഷന്റെയും കൂടെ ന്യൂമറേറ്ററിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ വരുവാണെങ്കിൽ ആറിന്റെ കൂടെ ആയിരിക്കും ആ 1 - T വരുന്നത് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ KD ഈസ് ഈക്വൽ ടു R into 1 - T ഹോൾ ഡിവൈഡഡ് ബൈ D എന്നുള്ളതാണ്. അപ്പം ടാക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ T എന്ന് പറയുന്നത് ടാക്സിന്റെ വാല്യൂ ആണ്. അടുത്ത റിഡീമബിൾ ഡെറ്റ് ആണ്. റിഡീമബിൾ ഡെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ബിഫോർ ടാക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ KD ഈസ് ഈക്വൽ ടു R plus RV minus NP divided by N whole divided by half into RV plus NP. KD is equal to R plus RV minus NP divided by N whole divided by half into RV plus NP. അതിനകത്ത് R എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. RV എന്ന് പറയുന്നത് റിഡംഷൻ വാല്യൂ ആണ്. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. N എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഡെറ്റ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ റിഡീമബിൾ ആണോ ഇർറിഡീമബിൾ ആണോ അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് N വന്നിട്ടുണ്ട്, അതായത് ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തോണം അത് റിഡീമബിൾ ഡെറ്റ് ആയിരിക്കും. ഇത്ര വർഷം കഴിഞ്ഞ് റിഡീം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ്റെ ആദ്യം നിങ്ങൾക്ക് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ തരുന്നത്. അപ്പം റിഡീമബിൾ ഡെറ്റിന്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. പിന്നെ നോക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ എന്നുള്ളതാണ് പ്രശ്നം വരാൻ പോകുന്നത്. ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട് വാല്യൂ എന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് അറ്റ് 30% അല്ലെങ്കിൽ 20% എന്ന് പറഞ്ഞ് തന്നാൽ ഓർത്തോണം ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ടാക്സിന്റെ കാര്യം മെൻഷനേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഫോർ ടാക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ബിഫോർ ടാക്സിനോ ആഫ്റ്റർ ടാക്സിനോ തരണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കോ, ഇപ്പൊ ടാക്സിന്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ടാക്സിന്റെ കാര്യം എടുക്കുകയേ വേണ്ട. ഇപ്പൊ ഇങ്ങനെ മെൻഷനേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഏത് ഇക്വേഷൻ വെച്ച് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തന്നത്. ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ആദ്യം എന്തൊക്കെയാ നോക്കണ്ടേ? ആദ്യം കണ്ടുപിടിക്കേണ്ടത് റിഡീമബിൾ ആണോ ഇറിഡീമബിൾ ആണോ. അതിന് n എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ടോ, അതായത് എത്ര വർഷം എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ടോ നോക്കുക. രണ്ടാമത് അറിയേണ്ടത് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ. ടാക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷനും, ടാക്സിന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഫോർ ടാക്സിന്റെ ഇക്വേഷനും ആണ് എടുക്കേണ്ടത്. പിന്നെ NP-യുടെ വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചത് പറഞ്ഞായിരുന്നു. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എത്ര ആണോ ടോട്ടൽ നമുക്ക് ക്വസ്റ്റിന് തരുന്ന ഫേസ് വാല്യൂ, അതിൽ നിന്ന് ഇപ്പൊ ഇൻ കേസ് ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ ക്വസ്റ്റിനകത്ത് പ്രീമിയം കണ്ടുപിടിക്കാനും ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനും അറ്റ് പാറും ചോദിച്ചിട്ടുണ്ട്. അറ്റ് പാർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം ആണെങ്കിൽ ആഡ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണെങ്കിൽ മൈനസ് എന്ന് പറയുന്നില്ല. പാറിന്റെ കാര്യത്തിൽ ഫേസ് വാല്യൂ എത്ര ആണോ അത്രയും തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഈ രണ്ടാമത് കൊടുത്തിട്ടുള്ള സംഭവത്തിന് അവിടെ പ്രസക്തിയില്ല. അതല്ല പ്രീമിയം ആണ് എന്നുണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഫേസ് വാല്യൂവിൽ നിന്ന്. അപ്പൊ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ഇഷ്യൂ പ്രൈസ്. ഇവിടെ ഓർത്തോണം, പ്രീമിയം 10% എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫേസ് വാല്യൂവിന്റെ 10% ആണ്. അതായത് ഇപ്പൊ ഫേസ് വാല്യൂ ഫോർ എക്സാമ്പിൾ 1 lakh ആണ് എന്നുണ്ടെങ്കിൽ ആ 1 lakhന്റെ 10% വേണം ഇവിടെ പ്രീമിയത്തിൽ ആഡ് ചെയ്യാൻ. ഇപ്പൊ ഡിസ്കൗണ്ട് ആയിട്ട് 5% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിന്റെ 1 lakh ഇൻറ്റു 5% എത്ര ആണോ ആ എമൗണ്ട് വേണം ഡിസ്കൗണ്ട് ആയിട്ട് കുറയ്ക്കാൻ. ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രീമിയം കൂട്ടുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഇഷ്യൂ പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അതായത് മറ്റെന്തെങ്കിലും ചാർജ്, ഇപ്പൊ ചിലപ്പോൾ ബ്രോക്കറേജ് വന്നുണ്ടാവും, അല്ലെങ്കിൽ അണ്ടർ റൈറ്ററിന്റെ ചാർജ് ഉണ്ടായിരിക്കും, അതായത് മിഡിൽമെൻ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് വരുന്ന ചാർജ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചാർജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് കുറയ്ക്കണം. ചില സമയത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് ആയിട്ട് തരും. അങ്ങനെ എമൗണ്ട് ആയിട്ട് തരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഡയറക്റ്റ് ഇപ്പം 20,000 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20,000 രൂപ എന്നുള്ളത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ചില സമയത്ത് ഇത്ര പെർസെന്റ്, ഇപ്പം 10% എന്നുള്ള രീതിയിലാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ പ്രൈസിന്റെ, ഇപ്പം ഇഷ്യൂ പ്രൈസ് 1 lakh ആണ് എന്നുണ്ടെങ്കിൽ ഈ 1 lakhന്റെ 10% എടുത്തിട്ട് അത് വേണം ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് കാണിക്കാൻ. അപ്പം 10% എന്ന് പറയുമ്പം 10,000 rupees ആയിരിക്കും ഇവിടെ നിങ്ങൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടത്. ആ 10,000 rupees വേണം ഇവിടെ കാണിച്ചിട്ട് കുറയ്ക്കാൻ. 1 lakhൽ നിന്ന് 10,000 കുറച്ചിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അതായത് NP-യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിനി ആദ്യം ഒരു പ്രോബ്ലം നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh 9% debentures of 20 rupees each. Calculate cost of debt capital ignoring tax if issue is A at par, B at a premium of 10%, C at a discount of 5%. അപ്പം ഇവിടെ ഡെറ്റ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഗ്നറിങ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടാക്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ടാക്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ടാക്സ് എടുക്കണ്ട. ഇഗ്നറിങ് ടാക്സ്, അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വായിച്ചു നോക്കിയിട്ടേ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പം ഇവിടെ എന്താ നമുക്കറിയാം. അപ്പം ഇഗ്നറിങ് ടാക്സ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ എന്നാ അറിയണ്ടേ? പെർപ്പച്വൽ ആണോ അതോ റിഡീമബിൾ ആണോ ഡെറ്റ് എന്ന് അറിയണം. ഇവിടെ എവിടെയെങ്കിലും എന്നിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. ഇത്ര ഇയേഴ്സ് എന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പം റിഡീമബിൾ ഡെറ്റ് ആവത്തില്ല, ഇറിഡീമബിൾ ഡെറ്റേ ആവത്തുള്ളൂ. അപ്പൊ ഇക്വേഷൻ എന്നാ? ബിഫോർ ടാക്സിൻ്റെത് KD ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ D ആണ്. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്ര ആണ് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഡെറ്റ് എത്ര ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ആറും വേണം, ഡിയുടെ വാല്യൂവും വേണം. അത് 3 കേസിലാണ് വേണ്ടത്. ആദ്യത്തേത് അറ്റ് പാർ ആണ്. അത് നമുക്ക് അറ്റ് പാറിലെ നോക്കാം. അറ്റ് പാറിൽ ഇക്വേഷൻ KD is equal to R divided by D. ആനുവൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പെർ ഷെയറിന്റെ പ്രൈസ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്. അതൊക്കെ തന്നെയല്ലേ ഇവിടെ തന്നേക്കുന്നേ. 1 lakh ഷെയർസ് ഉണ്ട്,
20 രൂപയാണ് ഒരു ഷെയറിന്റെ വില. 9% ആണ് റേറ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1 lakh ആണ്. 1 lakh ഇൻറ്റു 20 ഇൻറ്റു 9%, അതായത് 9/100 എന്നുള്ള രീതി വേണം ചെയ്യാൻ. 0.09 എന്ന് വേണം എടുക്കാൻ. അങ്ങനെ 1,80,000 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഡിയുടെ വാല്യൂ ആണ്. ഡിയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നെ അറ്റ് പാർ ആണ് എന്ന് പറയുമ്പോൾ എത്രയാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആ സെയിം വാല്യൂ തന്നെ എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 1 lakh ഇൻറ്റു 20 rupees ഈച്ച്. അപ്പം മൊത്തം വരുന്നത് 20 ലക്ഷം രൂപയാണ്. അപ്പം 20 ലക്ഷം എന്നുള്ള രീതിയിൽ ഡെറ്റിന്റെ വാല്യൂ എടുക്കണം. പിന്നെ KDയുടെ ഇക്വേഷൻ എന്നാ R/D ആണ്. അപ്പം R ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 1,80,000. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 lakh ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിനെ നിങ്ങൾ പെർസെൻറ്റേജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് 9% കിട്ടും. അതായത് കിട്ടുന്ന വാല്യൂ പോയിന്റിലായിരിക്കും, അത് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെർസെൻറ്റേജിലുള്ള വാല്യൂ കിട്ടും. അടുത്ത കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് പ്രീമിയത്തിലുള്ളതാണ്. എത്രയാണ്? 10% ആണ് പ്രീമിയം പറയുന്നത്. ഇവിടെയും ഇക്വേഷൻ എന്നാ KD ഈസ് ഈക്വൽ ടു R/D എന്നുള്ളത് തന്നെയാണ്. R എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, ഒരു മാറ്റവും വരത്തില്ല. അറ്റ് പാർ ആയാലും അറ്റ് പ്രീമിയം ആയാലും അറ്റ് ഡിസ്കൗണ്ട് ആയാലും എപ്പോഴും ഓർത്തോണം ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. പിന്നെ ഈ ഓരോ കേസിന്റെയും കൂടെ ഡെബിഞ്ചറിന്റെ വാല്യൂവിൽ വ്യത്യാസം വന്നാൽ ഒബ്വിയസ്ലി വാല്യൂ മാറും. അതല്ലാതെ മേളിൽ ഒറ്റ ലൈനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ തന്നെ അറ്റ് പാറും അറ്റ് പ്രീമിയവും കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് ആനുവൽ ഇൻട്രസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴും ആറിന്റെ വാല്യൂ 1,80,000 ആണ്. ഇവിടെ വരുമ്പോൾ വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ് പാർ അല്ല അറ്റ് പ്രീമിയം ആണ്. അറ്റ് പ്രീമിയം ഓഫ് 10% ആണ്. അപ്പൊ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കേണ്ടത് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഫേസ് വാല്യൂ പ്രീമിയം ആണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ഡിസ്കൗണ്ട് ആണെങ്കിൽ കുറയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്യൂ പ്രൈസ് കിട്ടും. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇഷ്യൂവോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിലേക്ക് നോക്കിക്കേ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. അതായത് 1 lakh ഇൻറ്റു 20 ചെയ്യുമ്പോൾ കിട്ടുന്ന 20 lakh എന്ന് പറയുന്നതാണ് ഫേസ് വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റിനിൽ അറ്റ് പാറിൽ വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ, ആ സെയിം വാല്യൂ ആണ് ഫേസ് വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഈ കേസിൽ പ്രീമിയം ഓഫ് 10% പറഞ്ഞതുകൊണ്ട് തന്നെ പ്രീമിയത്തിന്റെ വാല്യൂ ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ സ്ലൈഡിനകത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പ്രീമിയം എന്ന് പറയുന്നത് എമൗണ്ട് ആയിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ മുകളിലത്തെ വാല്യൂ ആയിട്ടുള്ള ഫേസ് വാല്യൂവിന്റെ പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ 20 lakh ആയതുകൊണ്ട് തന്നെ 20 lakhന്റെ 10% വേണം എടുക്കാൻ. അങ്ങനെ 2 lakh കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. പ്രീമിയം ആഡ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ചെയ്ത് കഴിയുമ്പം ഇഷ്യൂ പ്രൈസ് കിട്ടും. അങ്ങനെ 22 lakh എന്ന് പറഞ്ഞാണ് ഇഷ്യൂ പ്രൈസ് കിട്ടുന്നത്. അതായത് ഡിയുടെ വാല്യൂ കിട്ടി. അപ്പം KD ഈസ് ഈക്വൽ ടു R/D എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1,80,000 ഡിവൈഡഡ് ബൈ 22 lakh ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് പോയിന്റ് സംതിങ് വാല്യൂ കിട്ടും. ഇൻറ്റു 100 ചെയ്യുമ്പം 8.18 എന്ന് പറയുന്ന പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും വരുന്നത്. അടുത്തത് എന്തുവാ? ഡിസ്കൗണ്ടിലെ വാല്യൂ വേണം കണ്ടുപിടിക്കാൻ, അതും 5%. അപ്പം ഇവിടെ വരുമ്പം ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഇക്വേഷൻ R/D. ഞാൻ ഓൾറെഡി പറഞ്ഞു ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 1,80,000 തന്നെയാണ്. ഡി വരുമ്പം നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം. ഫേസ് വാല്യൂവിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറയ്ക്കണം. അപ്പം ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പം 20 lakhന്റെ 5% എടുത്തു 1 lakh. 20 lakhൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ടുള്ള 1 lakh കുറയ്ക്കുമ്പം 19 lakh എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസിൽ വരും. അപ്പം KD എന്ന് പറയുന്നത് R/D. അപ്പം 20 lakh ഡിവൈഡഡ് ബൈ 19 lakh ചെയ്യുമ്പം 9.47% എന്ന് പറഞ്ഞു വരും. ഇങ്ങനെയാണ് നിങ്ങൾ റിഡീമബിൾ ഡെറ്റിന്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇറീഡീമബിൾ ഡെറ്റിന്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് റിഡീമബിൾ ഡെറ്റിന്റെയും കൂടെ പ്രോബ്ലം നോക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതായത് 4 പാർട്സ് ആയിട്ടാണ്. അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് A ലിമിറ്റഡ് ഇഷ്യൂഡ് 8% ഡിബെഞ്ചേഴ്സ് ഓഫ് 10 lakh rupees. Second one, B limited issued 9% debentures of 10 lakh rupees at a premium of 10%. Third one പറയുന്നത് C limited issued 10% debentures of 10 lakh at a discount of 10%.
നാലാമത്തേത് ഡീലിമിറ്റഡ് ഇഷ്യൂഡ് 11% ഡിബഞ്ചേഴ്സ് ഓഫ് 10 lakh at 10% premium. The underwriting commission and other issue expenses together amounted 2% of the face value. Compute cost of debt assuming corporate tax at 35%. അപ്പൊ ഇവിടെ ടാക്സിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 35%. പിന്നെ എന്നിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ടാക്സ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. പിന്നെ എന്നിന്റെ കാര്യം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റിഡീമബിൾ ആണോ ഇർറിഡീമബിൾ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഇർറിഡീമബിൾ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്, കാരണം ഞാൻ എന്നിന്റെ വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യത്തേത് നോക്കിക്കേ, എ ലിമിറ്റഡ് ഇഷ്യൂഡ് 8% ഡിബഞ്ചേഴ്സ് ഓഫ് 10 lakh rupees. മറ്റേ ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു, നമ്പർ ഓഫ് ഷെയർസും പെർ ഷെയറിന്റെ വാല്യൂവും തന്നിട്ടാണ് റേറ്റ് തന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും എമൗണ്ടിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമാക്കിയേക്കുവാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ കെ ഡി ഇക്വേഷൻ എന്താ, കെ ഡി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 - t ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ബേസ് ഇക്വേഷൻ ആർ ബൈ ഡി ആണ്. അതിൻ്റെ കൂടെ ന്യൂമറേറ്ററിൽ 1 - t കൂടെ ഇട്ടാൽ ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പം ആദ്യത്തേതില് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഡിബഞ്ചറിന്റെ വാല്യൂ ആയിട്ട്, അതായത് എമൗണ്ട് ആയിട്ട് തന്നെ 10 lakh തന്നിട്ടുണ്ട്. അപ്പം 10 lakh ഇൻറ്റു 8% ചെയ്താൽ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ആർ വാല്യൂ കിട്ടും. മറ്റേ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് തന്ന് പെർ ഷെയറും തന്നിട്ടാണ്, പെർ ഷെയറിന്റെ വാല്യൂവും തന്നിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം 1 lakh ഇൻറ്റു 20 rupees ഇൻറ്റു 9% ചെയ്തത്. ഇവിടെ വരുമ്പോൾ നമുക്ക് പണി എളുപ്പമാക്കി 10 lakh rupees എന്നുള്ളത് തന്നെയാണ് തന്നത്. അപ്പം 10 lakh rupees ഇൻറ്റു 8% ചെയ്താൽ ആറിന്റെ വാല്യൂ 80,000 എന്നുള്ളത് കിട്ടും. നമ്മൾ നോർമലി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഡിയുടെ വാല്യൂ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്രയാണ് ഡെറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം തന്നിട്ടുണ്ട്. അപ്പം കെ ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ടാക്സ് റേറ്റ് 35% തന്നിട്ടുണ്ട്. അപ്പം 80,000 ഇൻറ്റു 1 - 35%നെ ഡെസിമലി വേണം കാണിക്കാൻ, അതായത് 35 ഡിവൈഡ് ബൈ 100 എന്നുള്ള രീതിയിൽ 0.35 എന്ന് വേണം കാണിക്കാൻ. 1 - 0.35 ഡിവൈഡഡ് ബൈ 10 lakh ചെയ്യുമ്പം 5.20 കിട്ടും. ഇതിലെ ഈ പ്രീമിയവും ഡിസ്കൗണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പുറത്തും ചെയ്യേണ്ടത്. അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഫോർത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 11% ഡിബഞ്ചർ ആണ്. 10 ലക്ഷം രൂപയുടെ 10% പ്രീമിയത്തിലാണ്. അണ്ടർ റൈറ്ററിന്റെ കമ്മീഷനും കയറി വരുന്നുണ്ട്. 2% ഓഫ് ഫേസ് വാല്യൂ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം, ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ തെറ്റുപറ്റും. മൈന്യൂട്ട് സാധനത്തിലായിരിക്കും തെറ്റുപറ്റുന്നത്. ഇവിടെ വീണ്ടും ഇക്വേഷൻ കെ ഡി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 - t ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആണ്. അപ്പം ആറിന്റെ വാല്യൂ എത്ര, ഓൾറെഡി 10 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിബഞ്ചറിന്റെ എമൗണ്ട് 10 lakh ഇൻറ്റു 11% ചെയ്യുമ്പം നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം അതാണ് നമ്മുടെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഡിയിലേക്ക് വരുമ്പം ഇവിടെ പ്രീമിയം വരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇതിൽ ചെയ്തതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, അതായത് അറ്റ് പാർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡിയുടെ വാല്യൂ നെറ്റ് പ്രൊസീഡ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കണം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം എത്ര, 10%. എന്തിന്റെ 10%? ഫേസ് വാല്യൂവിന്റെ 10%. ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നെറ്റ് പ്രൊസീഡ്സ് എടുക്കുമ്പം പ്രീമിയം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എമൗണ്ട് തന്നാലേ നമ്മൾ എഴുതത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മേളത്തെ ഫേസ് വാല്യൂവിന്റെ ശതമാനത്തിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് തന്നെ 10 lakhന്റെ 10% എന്ന് പറയുന്നത് 1 lakh ആണ്. അതാണ് പ്രീമിയം വരുന്നത്. അപ്പം ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയത്തിന്റെ വാല്യൂ 10 ലക്ഷത്തിനോട് 1 ലക്ഷവും കൂടെ ആഡ് ചെയ്ത് 11 ലക്ഷമാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. പക്ഷെ അവിടെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ തീരുവല്ല. അത് കഴിഞ്ഞ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും മറ്റ് ഇഷ്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2% ഓഫ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. കാരണം നമ്മൾ നോർമലി 2% മാത്രം വായിക്കും, എന്നിട്ട് 11 ലക്ഷത്തിന് 2% എടുത്തു വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നോർമലി പറഞ്ഞത് എന്താ, പെർസെൻറ്റേജ് വരുമ്പോൾ അതിന്റെ തൊട്ട് മേലത്തെ സാധനത്തിന് എടുക്കണമെന്നല്ലേ. ഈ കേസിൽ അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫേസ് വാല്യൂവിന്റെ 2% എടുക്കണ്ടേന്നുള്ളത്. അപ്പം ഫേസ് വാല്യൂ 10 lakh ആണ്. 10 lakhന്റെ 2% വേണം എടുക്കാൻ.
അപ്പം 20,000 വരും. എന്നിട്ട് ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 11 ലക്ഷത്തിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ടുള്ള 20,000 കുറച്ച് കഴിയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 10,80,000 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്നാ എല്ലാം ആയില്ലേ, നെറ്റ് പ്രൊസീഡ്സ് വരെ ആയി. അപ്പം നമുക്ക് ഡയറക്റ്റ് കെ ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R ഇൻറ്റു 1 മൈനസ് ടി ഹോൾ ഡിവൈഡഡ് ബൈ ഡി. അപ്പം 1,10,000 ഇൻറ്റു 1 മൈനസ് 0.35 ഹോൾ ഡിവൈഡഡ് ബൈ 10,80,000 ചെയ്യുമ്പം 6.62% കിട്ടും. എല്ലാ ക്വസ്റ്റിനെയും പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഈ തരുന്ന പ്രോബ്ലംസ് ഇന്ന് തന്നെ ട്രൈ ഔട്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു തരുന്നത് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളുടെ തലയിലും ഒന്നും കയറത്തില്ല, നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ.